നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18, 2025 തിങ്കൾ. ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന GST റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഫലമായിട്ട് നമ്മുടെ മാർക്കറ്റില് അതിശക്തമായ റാലി കാണുവാനായിട്ട് സാധിച്ചു. തൽഫലമായി നിഫ്റ്റിക്ക് ഇന്ന് വീണ്ടും 25,000 എന്ന ലെവൽ മറികടക്കുവാൻ സാധിച്ചു. അതിന്റെ ഫലമായി തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് പ്രധാനമായും 6 ഘടകങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ റാലി ദൃശ്യമായതും മാത്രമല്ല നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായതും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നത്. നിഫ്റ്റിയിൽ 300-ലേറെ പോയിന്റുകളുടെ മുകളിലുള്ള ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായത്. രാവിലെ 9:50 നിഫ്റ്റി അതിന്റെ ഡേ ഹൈ ആയ 25,022 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയുണ്ടായി. തുടർന്ന് അവിടെ നിന്നും നമ്മുടെ മാർക്കറ്റിന് ഇന്നത്തെ നേട്ടം ചെറിയ രീതിയിലാണെങ്കിലും നഷ്ടപ്പെടുന്ന കാഴ്ചകൾ ദൃശ്യമായി. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 24,850 എന്ന ലെവലില് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ റാലി ഉണ്ടായതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് 1% നേട്ടം കൈവരിച്ചുകൊണ്ട് 245 പോയിന്റുകൾ നേടാനായപ്പോൾ സെൻസെക്സിന് 676 പോയിന്റുകളുടെ നേട്ടവും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 393 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനും സാധിക്കുകയുണ്ടായി. ഫിൻ നിഫ്റ്റിക്കും ഇന്ന് 1% നേട്ടം കൈവരിച്ചുകൊണ്ട് തന്നെ 275 പോയിന്റുകൾ സ്വന്തമാക്കുവാൻ സാധിച്ചു. ഇന്ന് NSEയില് 1858 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 902 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ഹീറോ മോട്ടോകോർ, ബജാജ് ഫൈനാൻസ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, L&T, ഇൻഫോസിസ്, സൺഫാർമ, ITC തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, മീഡിയ, പവർ ഈ 3 സെക്ടറും മാറ്റി നിർത്തി കഴിഞ്ഞാല് ബാക്കി എല്ലാ സെക്ടേഴ്സും നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ ഇന്ന് ഓട്ടോ സെക്ടറാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായത്. ഇന്ന് ഓട്ടോ സ്റ്റോക്സിലുണ്ടായ റാലി മൂലം ഓട്ടോ ഇൻഡെക്സിന് 4% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡെക്സിന് 3% നേട്ടം കൈവരിക്കാൻ സാധിച്ചപ്പോൾ റിയാലിറ്റിക്ക് 2.7% നേട്ടം കൈവരിക്കുവാനുമായി. മെറ്റൽ, FMCG, ടെലകോം, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്കും ഇന്ന് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും മോശമല്ലാത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ട് BSE മിഡ് ക്യാപ്പിന് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് 1.5% നേട്ടം കൈവരിക്കുവാനുമായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 21 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 87.35 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമതായി തന്നെ GST റിഫോംസിന്റെ പ്രഖ്യാപനം തന്നെയാണ്. 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷവേളയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്ന GST റിഫോംസിനെ കുറിച്ചുള്ള സൂചനകൾ, അതായത് GST റിഫോംസിന് സെൻട്രൽ ഗവൺമെന്റ് മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നുള്ള അപ്രൂവൽ കൂടി വന്നു കഴിഞ്ഞാൽ ദിവാലിയോട് അനുബന്ധിച്ച് തന്നെ GST കൊണ്ടുവന്ന് 8 വർഷത്തിന് ശേഷം GST റിഫോംസ് നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗിലേക്ക് നയിച്ചതും മാത്രമല്ല ഇത് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. രണ്ടാമതായി S&Pയുടെ അപ്ഗ്രേഡ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അതായത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ S&P 2007 ശേഷം ഇന്ത്യയുടെ സോവോജിൻ ക്രെഡിറ്റ് റേറ്റിംഗിനെ BBB എന്ന റേറ്റിംഗ് നൽകുകയുണ്ടായി. BBB റേറ്റിംഗ് സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന് അതിന്റെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷന് മുകളിലുള്ള കപ്പാസിറ്റിയാണ്. മൂന്നാമതായി പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച
മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ജപ്പാന്റെ നിക്കി 225 പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ പിന്നെയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഇന്ന് ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റിലുണ്ടായ പോസിറ്റീവ്നെസ്സും നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ആയി. അതുകൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും ഇന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്ന സമയത്ത് ഡോ ജോൺസ് ഫ്യൂച്ചറും പോസിറ്റീവായിട്ട് വ്യാപാരം തുടർന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ അതും പോസിറ്റീവായിട്ട് സഹായിക്കുകയുണ്ടായി. നാലാമതായി ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അഞ്ചാമതായി ഇന്ത്യൻ രൂപയുടെ നേട്ടം തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം. ഇന്ന് ഇന്ത്യൻ രൂപ മുൻപ് നമ്മൾ കണ്ടതുപോലെ അമേരിക്കൻ ഡോളറിനെതിരെ 21 പൈസയുടെ നേട്ടം കൈവരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് അത് സ്വാധീനിച്ചു. കാരണം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വർധനവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ. ഇതിനെല്ലാം പുറമെ ആറാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തിരുവയുടെ നിലപാട് യുഎസിന്റെ ഭാഗത്തു നിന്നും മയപ്പെടുത്തിയത് തന്നെയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്ന സൂചനകൾ പ്രകാരം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയേക്കുന്ന പെനൽറ്റി താരിഫ് ഒഴിവാക്കിയേക്കാം എന്നുള്ള സൂചനകൾ നൽകുകയുണ്ടായി. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു സൂചനയും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് പോസിറ്റീവായിട്ട് തന്നെ സഹായിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സ് ഇൻട്രാഡേ ബേസിസിൽ വലിയ കുതിപ്പ് നടത്തിയെങ്കിൽ കൂടിയിട്ടും ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ GST റിഫോംസുമായി ബന്ധപ്പെട്ടും മാത്രമല്ല മുൻപ് പറഞ്ഞ 6 ഘടകങ്ങളുടെ ഫലമായി നമ്മുടെ മാർക്കറ്റിൽ റാലി ദൃശ്യമായിരുന്നെങ്കിലും മാത്രമല്ല തുടർച്ചയായിട്ട് ഇത് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ഫ്യൂച്ചർ മാർക്കറ്റിലുള്ള ഷോർട്ട് പൊസിഷൻ 1.82 ലക്ഷം കോടിയായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് സെക്ഷനോട് കൂടിയിട്ട്. ഇന്നത്തെ ഡേറ്റ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ട്രംപ് സെലൻസ്കി ഔദ്യോഗിക കൂടിക്കാഴ്ചയുടെ മുന്നോടിയായിട്ട് നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 39 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സും നിലവിൽ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നൊരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ഗോൾഡിലും ക്രൂഡ് ഓയിലിലൊക്കെ നിലവിൽ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോബീൻസ് ടെക്നോളജീസ് ₹1 ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. KEC ഇന്റർനാഷണൽ 1402 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. മെഡിസ്റ്റെപ്പ് ഹെൽത്ത് കെയർ ഇന്ന് IPO SME പ്ലാറ്റ്ഫോമിൽ 23% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. RVNL 178.65 കോടി രൂപയുടെ ഓർഡർ അയൺകോൺ ഇന്റർനാഷണലിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. നോളജ് റിയാലിറ്റി ഇന്ന് IPO NSEയിലും BSEയിലും 4% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. JSW സ്റ്റീൽ സൗത്ത് കൊറിയയിലെ പാസ്കോ ഗ്രൂപ്പുമായിട്ട് 6 മില്യൺ ടൺ പെർ ആനം ഇന്റഗ്രേറ്റ് സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുവാനായിട്ടുള്ള എഗ്രിമെന്റിൽ എത്തിപ്പെട്ടു എന്നുള്ള വാർത്തകൾ. അഡ്വാൻസ് ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റിൽ 35% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 40.02 ലക്ഷം രൂപയിൽ നിന്നും 54.13 ലക്ഷം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 496% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.23 കോടി രൂപയിൽ നിന്നും 25.21 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.